ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബ്ലൂ പ്രിന്റ് എന്നുള്ളതുകൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് നമുക്ക് ഇനി അധികം സമയമില്ല. അതേസമയം തന്നെ നമുക്ക് സിലബസ് നോക്കി പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിന് പകരം PYQs ഒക്കെ അനലൈസ് ചെയ്ത് ചില ഏരിയാസിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഏരിയാസിന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ എന്നോ ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നോ ആ അർത്ഥത്തിലല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടൈമേ ഉള്ളൂ എങ്കിൽ, എല്ലാം പഠിക്കാൻ സമയമില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി തരിക എന്നുള്ളതാണ്. കാരണം പലരും നേരത്തെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിൽ പലപ്പോഴും പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കുറച്ച് ഏരിയാസ് എടുത്തിട്ട് അതിലെങ്കിലും ഫോക്കസ് ചെയ്യുക, അതെങ്കിലും വൃത്തിക്ക് പഠിക്കുക എന്ന രീതിയിലുള്ള ഒരു സജഷനാണ് ഈ ഐഫർ സോഷ്യോളജി ബ്ലൂ പ്രിന്റ്. എല്ലാ സബ്ജക്റ്റിലും നമ്മളിങ്ങനെ ബ്ലൂ പ്രിന്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ PYQ ബേസ്ഡ് ആയിട്ട് കുറച്ച് ടോപ്പിക്ക് സെലക്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ PYQവിൽ നിന്നുള്ള നമ്മുടെ ഒരു ഇൻസൈറ്റ്സ്, പിന്നെ ചില ടോപ്പിക്സുകൾ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ പറയാ, അത് ഇതിലില്ലല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലുമൊക്കെ രീതിയിൽ കട്ട് ചെയ്ത് കുറച്ചൊന്ന് ട്രിം ചെയ്താലല്ലേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു സമയം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഉള്ള സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ ഓക്കെ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ഐഫറിന്റെ സ്റ്റുഡൻസ് അല്ലാത്തവരുണ്ട്, അവർ നമ്മളുടെ സ്ഥാപനത്തിനെയും കോഴ്സിനെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ 4 വർഷം ഐഫർ 323 JRF ഹോൾഡേഴ്സും അതുപോലെ തന്നെ 2640 നെറ്റ് ഹോൾഡേഴ്സും നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. കറന്റ്ലി നമ്മുടെ JRF ട്രാക്ക് കോഴ്സ് ആണ് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു നെക്സ്റ്റ് ജൂണിലുള്ള എക്സാം ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ കണ്ട് ഈ ഒരു 2 മന്തിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ JRF ക്ലബിൽ നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം ഞാൻ ഓരോ യൂണിറ്റുകളിൽ നിന്നുള്ള കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള ഏരിയാസ് പറയാം. ഈ ഏരിയാസ് ജസ്റ്റ് ഇങ്ങനെ ടോപ്പിക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലുള്ള PYQs ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറെ വർഷങ്ങളിൽ അത് അനലൈസ് ചെയ്യുമ്പോൾ ഇതിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കാണുന്നതുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഡർക്കീം, വെബർ, കാൾമാർക്സ്, മെലിനോസ്കി, പാൾസൺ, പാറ്റൺ, ലീഡ്, അങ്ങനെ ഏകദേശം മെയിൻ തിങ്കേഴ്സും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്ന് ഒരുപാടൊന്നും നമുക്ക് ട്രിം ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നാണ്. ഏകദേശം ഒരു 25, ചില വർഷങ്ങളിൽ 30ഓളം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന് വരാറുണ്ട്. അപ്പൊ അത്രയും ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ഒന്നാമത്തെ യൂണിറ്റിന് വെയിറ്റേജ് ഉണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ യൂണിറ്റ് നിങ്ങൾ അധികം ട്രിം ചെയ്യാൻ നിൽക്കണ്ട. ബാക്കിയുള്ള യൂണിറ്റുകളിൽ നിന്നൊക്കെ ചില ഏരിയാസ് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കാം. ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അതിന്ന് മാക്സിമം എല്ലാ തിങ്കേഴ്സിനെയും പഠിക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ ഏകദേശം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിസർച്ച് മെത്തേഡാണ്. റിസർച്ച് മെത്തേഡിൽ റിസർച്ച് ഡിസൈൻസ്, റിസർച്ചിന്റെ സ്റ്റെപ്പ് പഠിക്കുക, റിലയബിലിറ്റി, വാലിഡിറ്റി, കോൺസെപ്റ്റ്സ് പഠിക്കുക. അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡീവിയൻസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള മീൻ മീഡിയം മോഡൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്, അത് പഠിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച്, സാമ്പിളിങ്, ഹൈപ്പോത്തിസിസ് ഒക്കെ. അപ്പൊ ഈ ഏരിയാസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അതിൽ നിന്ന് സോഷ്യൽ സ്ട്രക്ചർ, കൾച്ചർ, നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്നുള്ള ആ ഒരു ഭാഗം, പിന്നെ കമ്മ്യൂണിറ്റി വാല്യൂസ്, നോംസ്, റൂൾസ് എന്നുള്ള ഭാഗം, പേഴ്സൺഹുഡ്, ഹാബിറ്റസ്, ഏജൻസി എന്നുള്ള പാർട്ട്, ബ്യൂറോക്രസി റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ മാരേജ്, കിൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട്. ഇത് 8ാമത്തെ യൂണിറ്റിലും കണക്ട് ചെയ്ത് പഠിക്കാവുന്ന ഒരു ഭാഗമാണ്, രണ്ടിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന സംഭവമാണ്. പിന്നെ സോഷ്യൽ ഡിഫറൻസ്, ഇനീക്വാലിറ്റി, മാർജിനലൈസേഷൻ പോലെയുള്ള ഏരിയാസ്, കാസ്റ്റ്, ക്ലാസ് തുടങ്ങിയ സ്ട്രാറ്റിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ട്രാൻസ്ഫോർമേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ 4ാമത്തെ യൂണിറ്റിൽ നിന്ന് അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് എമർജന്റ് ക്ലാസ് എന്നുള്ള ഭാഗം, അതുപോലെ പ്രസന്റ് മൂവ്മെന്റ്സ് എന്നുള്ള ഭാഗം, ട്രൈബൽ മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതുപോലെ അർബനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവുകളും തിയറീസും,
പിന്നെ ടൗൺസ്, മെഗാ സിറ്റീസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അഞ്ചാമത്തെ യൂണിറ്റിന് ഏജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. പിന്നെ നാഷൻ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന സംഭവമാണ് നാഷൻ സ്റ്റേറ്റ്. ആ ഒരു ബേസിക് പൊളിറ്റിക്കൽ തിയറിറ്റിക്കൽ സംഭവങ്ങൾ അത് നോക്കുക. പിന്നെ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെന്താണ് ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരാം. പിന്നെ ഡെമോക്രസി, പഞ്ചായത്ത് രാജ് സിസ്റ്റം, പിന്നെ ഹോംസിലോക്ക് പോലെയുള്ള തിയറിസ്റ്റുകളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടുകളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. എക്കണോമി ആൻഡ് സൊസൈറ്റി എന്നുള്ള ഭാഗത്ത് നിന്ന് മോഡൽ പ്രൊഡക്ഷൻ ഡിബേറ്റ്, നിയോ ലിബറലിസം, മോഡൽസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, poverty and exclusion, factory and industry system, gender and labor process, digital economy and e-commerce. ഇത്രയും ഭാഗങ്ങളാണ് ആറാമത്തെ യൂണിറ്റിൽ. ഇത്രയും ഭാഗങ്ങളെങ്കിലും പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ എൻവിറോൺമെന്റ് ആൻഡ് സൊസൈറ്റിയിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എക്കോളജി, ജെൻഡർ ആൻഡ് എൻവയോൺമെന്റ്, എക്കോളജിക്കൽ ഡീഗ്രഡേഷൻ, ഡെവലപ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ്, പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, എൻവിറോൺമെന്റൽ മൂവ്മെന്റ്. ഈ ഇന്റർനാഷണൽ പോളിസീസ് എന്ന് പറയുമ്പോൾ അതിൽ ഓർഗനൈസേഷനിലായിട്ടും ഗവൺമെന്റ് തലത്തിലൊക്കെ ഉള്ള എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോളിസീസും അതുപോലെ കൺവെൻഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി ഉൾപ്പെടുത്തട്ടോ. പിന്നെ ഫാമിലി മാരേജ്, കിൻഷിപ്പ്, അതിൽ കറണ്ട് പോയതാണ്. ക്യാമറ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടോ? ഓക്കെ. ഫാമിലി ലോസ്, ഇൻഹെറിറ്റൻസ്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഫാമിലി മാരേജ്, കിൻഷിപ്പ് ആ ഏരിയയിൽ നിന്ന് പഠിക്കുന്ന തിയറിറ്റിക്കൽ അപ്രോച്ചുകൾ, ജെൻഡർ സെക്ഷുവാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, പിന്നെ അതേപോലെ ചിൽഡ്രൻ, ഫാമിലി, ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടുകൾ, അതൊക്കെയാണ് 8ാമത്തെ യൂണിറ്റിൽ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ 9ാമത്തെ യൂണിറ്റിൽ നിന്ന് പോളിസീസ് റിലേറ്റഡ് ടു സയൻസ്, ടെക്നോളജി, സൈബർ ക്രൈം, ഇ ഗവേണൻസ്, നെറ്റ്വർക്ക് സൊസൈറ്റി തുടങ്ങിയത് പഠിക്കുക. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, ചേഞ്ചിങ് നോഷൻസ് ഓഫ് ടൈം സ്പേസ് എന്നുള്ള ഭാഗം. പിന്നെ 10ാമത്തെ യൂണിറ്റിൽ നിന്ന് കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻസ്. അതിൽ 10ാമത്തെ യൂണിറ്റ് ആണല്ലോ നമ്മളെ കൾച്ചറിന്റെ ഒരു ഭാഗം. അതിൽ കൾച്ചറൽ ലാഗ്, ഘരാനാസ്, ചർച്ച്, സെക്ട്, ഡിനോമിനേഷൻസ്, കൾട്ട്, ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തരുന്ന ബ്ലൂ പ്രിന്റിൽ ഇത് ഉണ്ടാവും, നിങ്ങൾക്ക് അത് അവൈലബിൾ ആക്കും. ആ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഈ ടോപ്പിക് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി തുടർന്ന് നമുക്ക് ഇതിന്റെ ഒരു അനാലിസിസ്, കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കാം. ഇവിടെ ജസ്റ്റ് ടോപ്പിക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അപ്പൊ അത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. ഓക്കെ. അപ്പൊ ഒന്നാമതായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ഈ 10 യൂണിറ്റുകൾ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും കഴിഞ്ഞ വർഷങ്ങളിലുള്ള വെയിറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതും 3 യൂണിറ്റുകളാണ്. 1ാമത്തെ യൂണിറ്റും 2ാമത്തെ യൂണിറ്റും 3ാമത്തെ യൂണിറ്റും. ഇതിൽ 1ാമത്തെ യൂണിറ്റ് ആണ് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ്. കാരണം അത് തിയറിയാണ്. തിയറിയിൽ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് റിസർച്ച് ആണെങ്കിലും ബേസിക് കോൺസെപ്റ്റ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ പഠിക്കുമ്പോൾ ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ അത് നല്ലോണം പഠിക്കുക. പിന്നെ റിസർച്ച് കുറച്ചൊരു ട്രിക്കിയാണ്. അതിൽ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റാറ്റി പോലെയുള്ള ഭാഗങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ ആ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഇരുന്ന് പഠിക്കുന്നത് ചെയ്യണം. നമുക്ക് അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം മെത്തഡോളജിയാണ്. ഓക്കെ. സോഷ്യോളജിന്റെ ഒരു മെത്തഡോളജിയാണ്. അപ്പൊ തിയറി പഠിക്കുക, മെത്തഡോളജി പഠിക്കുക, കോൺസെപ്റ്റ്സ് പഠിക്കുക. ഇത് മൂന്നുമാണ് ഏറ്റവും ഫൗണ്ടേഷണൽ ആയിട്ടുള്ളതും ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്നതും ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും. ആ രീതിയിലുള്ള ഒരു വെയിറ്റേജ് നിങ്ങൾ പഠനം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഏരിയാസിന് കൊടുക്കണം. ഓക്കെ. അപ്പൊ ഏറ്റവും അധികം വെയിറ്റേജ് കൊടുക്കേണ്ട ഏതാണെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് 1ാമത്തെ യൂണിറ്റിനാണ്. അതിന് മാക്സിമം നിങ്ങൾ പഠിക്കുക. അതേപോലെ 2ാമത്തെയും 3ാമത്തെ യൂണിറ്റ്, ഈ 3 യൂണിറ്റുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ 2ാമത്തെ യൂണിറ്റിലെ റിസർച്ച് മെത്തേഡും അതുപോലെ പേപ്പർ 1ലെ റിസർച്ച് മെത്തേഡും കമ്പൈൻ ചെയ്തിട്ട് പഠിക്കുക. പേപ്പർ 1ലും റിസർച്ച് മെത്തേഡ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും, പല രീതിയിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ഇവിടെ കമ്പൈൻ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ എൻവിറോൺമെന്റ് ആൻഡ് സൊസൈറ്റി എന്നുള്ള പാർട്ടും പേപ്പർ 1ലെ സംഭവം റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം
കമ്പൈൻ ചെയ്ത് പഠിക്കാം. പേപ്പർ 1 പേപ്പർ 2 കൂടി ഓവർലാപ്പ് ആയി വരുന്ന ഏരിയ ആയതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും പാടെ ഒറ്റ നോട്ടാക്കാം അല്ലെ. നിങ്ങൾ പേപ്പർ 1 റിസർച്ച് മെത്തേഡിന്റെ നോട്ട്, പേപ്പർ 2 വേറെ നോട്ട്, അങ്ങനെ ചെയ്യാതെ രണ്ടിലും എന്ത് ചെയ്യാം, റിസർച്ച് മെത്തേഡിന് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താജുന്നീസ മ്യൂട്ട് ചെയ്യോ? ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഇനി നമുക്ക് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ചോദ്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിൽ നിന്നുള്ള കുറച്ച് ഇൻസൈറ്റ്സ്, കുറച്ച് ലെസൺസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും നമുക്ക് ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതായിട്ട് വരും. ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പോയാലും എത്രയൊക്കെ പഠിച്ചു പോയാലും നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇന്റലിജന്റ് ഗസ്സിങ് ചെയ്യുക. ഇന്റലിജന്റ് ഗസ്സിങ് ചെയ്തിട്ടും നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ വൈൽഡ് ഗസ് അടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും അറ്റൻഡ് ചെയ്യാതെ പോകരുത്. കാരണം ആസ് ഓഫ് നോ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തൊരു എക്സാമിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാതെ വിടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഇറ്റ്സ് എ ബാഡ് ഐഡിയ. ഓക്കെ, അതേപോലെ തന്നെ അത് പാനിക് ആക്കുകയും ചെയ്യരുത് നിങ്ങളെ. ഓക്കെ, അപ്പൊ നിങ്ങളെ മൈൻഡ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ എല്ലാ ടോപ്പിക്കുകളും പഠിച്ചിട്ടുണ്ടെങ്കിലും, ഞാൻ എത്ര തവണ റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും, അവസാനം എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് ഇതുവരെയും കേൾക്കാത്തതും എനിക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതും അതേപോലെ ഐഫർ പോലെയുള്ള ഒരു സ്ഥാപനത്തിനും അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റാത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി വരുന്നു. അപ്പൊ നമ്മൾ മൈൻഡിൽ ആദ്യം സെറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതുവരെയും കേൾക്കാത്തൊരു കോൺസെപ്റ്റ്, ഇതുവരെയും കേൾക്കാത്തൊരു തിങ്കർ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു ചോദ്യം, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. നമുക്കറിയാം ഐ എക്സ്പെക്ടഡ് ദിസ് എന്നുള്ള ഒരു മൈൻഡിൽ കാമായിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്യുക, സർട്ടൻ ക്വസ്റ്റ്യൻസ് കനോട്ട് ബി പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ്. നിങ്ങൾ എത്ര അടിപൊളിയായിട്ട് പഠിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അത് മൈൻഡിൽ സെറ്റ് ചെയ്യുക. ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. പാനിക് ആവരുത്. പാനിക് ആവരുത് എന്ന് നമ്മൾ നമ്മളുടെ മൈൻഡിനോട് പറഞ്ഞ് സെറ്റ് ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്റലിജന്റ് ഗസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ഒരു ഹിന്റ് വെച്ചിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഹിന്റ് വെച്ചിട്ട് ഒരു നിലക്കും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് വൈൽഡ് ഗസ് അടിക്കുക, ഏതെങ്കിലുമൊക്കെ കണ്ണടച്ച് കുത്തിയിട്ട് പോവാം. എന്തായാലും അൺഅറ്റൻഡഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വിടരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്കൊന്നും പിടികിട്ടാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത ഒരു സംഭവം എന്താ വെച്ചാല് ഈ പബ്ലിക്കേഷൻ ഇയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ. അതായത് ക്രോണോളജി ക്വസ്റ്റ്യൻസ്, ഒരു ബുക്ക് തന്നിട്ട് അതിന്റെ ഇയർ ചോദിക്കുക, അതല്ലെങ്കിൽ കുറച്ച് ബുക്കുകൾ തന്നിട്ട് അത് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ആരാണ് പറഞ്ഞത്, അങ്ങനെ ഈ ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഗെയിൻ ഇത് കുറച്ച് ചലഞ്ചിങ് ആണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഇത്തരത്തിലുള്ള ക്രോണോളജി ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യേണ്ട എന്താ വെച്ചാല്, ഒന്നാമത്തെ കാര്യം എല്ലാതും പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. അതായത് നിങ്ങൾ എല്ലാ യൂണിറ്റിൽ നിന്നുള്ള തിങ്കേഴ്സിന്റെയും എല്ലാ ബുക്കിന്റെയും എല്ലാത്തിന്റെയും പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്താ സംഭവിക്കുക, ഒക്കെ കൂടി കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ മാത്രമല്ല ഇനിയിപ്പോ നിങ്ങൾ ശ്രമിച്ചാൽ പോലും നല്ലൊരു ശതമാനം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറെ ബുക്കുകളുടെ ഇയറൊക്കെ പഠിച്ചു, എന്നിട്ട് ഇതൊന്നും ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ JRF നേടിയിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്കാണെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ പറഞ്ഞിട്ട് ഇത് ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നുള്ളതാണ്. അതായത് നന്നായിട്ട് പഠിക്കുന്ന ആളാണെങ്കിലും JRF ക്വാളിഫൈ ചെയ്ത ആളാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഒരുപാട് ബുക്സിന്റെ ഇയർ ഒന്നും ഓർത്ത് വെക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ എന്ന് വിചാരിച്ച് നമ്മളത് തീരെ പഠിക്കേണ്ട എന്നുള്ളതാണോ, ജസ്റ്റ് ലക്ക് പോലെ കിട്ടും എന്നാണോ എന്ന് വെച്ചാൽ അല്ല. നമ്മൾ ട്രൈ ചെയ്യണം. ഓക്കെ, എല്ലാം പഠിക്കേണ്ടതില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ എത്ര ശ്രമിച്ചാലും കുറെ നമ്മൾ മറക്കും, ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതായത് ഈ ഇയേഴ്സ് ഒക്കെ പഠിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നേ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ ബാഡ് ഐഡിയ. നിങ്ങൾ ട്രൈ ചെയ്യാം. എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സ് ഉണ്ട്. അപ്പൊ ആ തിങ്കേഴ്സിന്റെ ബുക്കുകളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക.
അതിൽ പരമാവധി ബുക്സ് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ ഒരു തിങ്കറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആളുടെ ഏറ്റവും ആദ്യത്തെ ബുക്ക് ഏതാന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡർക്കീമിന്റെ ആദ്യത്തെ ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, വെബറിന്റെ ആദ്യത്തെ ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, മാർക്സിന്റെ ഏതാന്ന് അറിയാം. ഏത് തിങ്കറിനെ ചോദിച്ചാലും ആളുടെ ആദ്യത്തെ ബുക്ക് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പൊ ഈ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇയർ ഒന്നും ഉണ്ടാവില്ല, ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്താൽ മതിയാവും. അപ്പൊ നമ്മളിങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ ബുക്ക് ഏതാന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. ഓക്കെ, അതുപോലെ ലാസ്റ്റ് ബുക്കും നോക്കുക. പിന്നെ നോക്കേണ്ടത് മിഡിൽ ബുക്കാണ്. ചില ബുക്സ് മിഡിലിൽ പബ്ലിഷ് ചെയ്തായിരിക്കും. അപ്പൊ ഫസ്റ്റ് ബുക്ക്, ലാസ്റ്റ് ബുക്ക്, മിഡിൽ ബുക്ക്. ഓക്കെ, പിന്നെ നോക്കേണ്ടത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ സപ്പോസ് ഒരു ഓതർ 20 ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 20 ബുക്കിന്റെ ഇയർ നിങ്ങൾ കൃത്യമായിട്ട് മനഃപ്പാഠം പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരുന്ന ഏതാണെന്നും ഏറ്റവും അവസാനം വരുന്ന ഏതാണെന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരാളുടെ എല്ലാ ബുക്കും ഒരേപോലെ പോപ്പുലർ ആയിരിക്കില്ല. അതിൽ ചില ബുക്സ് ആയിരിക്കും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വർക്ക് ഏതാണെന്നുള്ളത് നോക്കുക. അപ്പോൾ മാനുവൽ ഗാസ്കിൽസിന്റെ നെറ്റ്വർക്ക് സൊസൈറ്റി അത് അത്രയ്ക്കും ഒരു എന്താ പറയാ അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള വർക്കാണ്. അതേപോലെ തന്നെ ഗോഫ്മാന്റെ പ്രസന്റേഷൻ ഓഫ് സെൽഫ് ഇൻ എവരിഡേ ലൈഫ്. അപ്പൊ ആ ഒരു ബുക്ക് പറയുമ്പോൾ തന്നെ ആളുടെ പേരാണ്. അതേസമയം ഗോഫ്മാൻ ആ ബുക്ക് മാത്രമാണോ എഴുതിയിട്ടുള്ളത്, വേറെ ബുക്സ് എഴുതിയിട്ടില്ലേ? അല്ലെ, എഡ്വേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓറിയന്റൽസ് എന്നാണ് ഓർമ്മ വരിക. ഓറിയന്റൽസ് മാത്രമല്ല അദ്ദേഹം എഴുതിയിട്ടുള്ളത്, വേറെ ബുക്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്സുകൾ തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കാം. അതേപോലെ തന്നെ ഓരോ തിങ്കേഴ്സിന്റെ സമയത്ത് ഫസ്റ്റ് ബുക്ക്, ലാസ്റ്റ് ബുക്ക്, മിഡിൽ ബുക്ക് അതെങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാം പഠിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ കൺഫ്യൂഷൻ വരികയാണ് ചെയ്യുക. ഒരു ബുക്ക് ഇങ്ങനെ കാണുമ്പോൾ സപ്പോസ് ഒരു മിഡിലുള്ള ഒരു ബുക്കാണ് നിങ്ങൾക്ക് തന്നെന്ന് വിചാരിക്കാം, ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ അതിനെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഇത് ഫസ്റ്റത്തെ ബുക്ക് അല്ല എന്ന്. അതുപോലെ ലാസ്റ്റത്തെ ബുക്ക് അല്ല എന്ന് പറയാം, ഫസ്റ്റ് അല്ല എന്ന് പറയാം, ലാസ്റ്റ് അല്ല എന്ന് പറയാം. അപ്പൊ പിന്നെ എന്തായാലും മിഡിൽ ആയിരിക്കല്ലോ, അല്ലെ? അപ്പൊ ആ രീതിയിലൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ എല്ലാത്തിന്റെ ഇപ്പൊ ഓരോന്നിന്റെ 1902, 1922 അങ്ങനെയൊക്കെ നമ്മൾ ഓർത്തു വെക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും അത് നടക്കൂല. അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ശ്രമിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇയർ ഓഫ് പബ്ലിക്കേഷൻസ് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസിൽ വരും. ആ ഒരു ഇൻഫർമേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. അത് പഠിക്കാൻ ശ്രമിച്ചാലും മറന്നു പോവാന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ മറന്നു പോകുന്നത് ഇറ്റ്സ് ഓക്കെ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. മാക്സിമം നമ്മൾ ശ്രമിക്കണം. ശ്രമിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് തിങ്കേഴ്സിനെ കവർ ചെയ്യാം. അതിൽ തന്നെ ഫസ്റ്റ് ബുക്ക്, ലാസ്റ്റ് ബുക്ക്, മിഡിൽ ബുക്ക് പഠിക്കുക. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ, ഒരു ഓതറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് നമുക്ക് ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യമുള്ളത് ഈ ബുക്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാനുള്ളത് എന്താ വെച്ചാല്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഡർക്കീം, വെബറോക്ക് പോലെയുള്ള ഏറ്റവും ക്ലാസിക്കൽ തിങ്കേഴ്സ് ഉണ്ടല്ലോ, അവരുടെ മേജർ വർക്കുകൾ ഉണ്ടല്ലോ, അവരുടെ മേജർ വർക്കുകൾ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ബുക്ക്, ലാസ്റ്റ് ബുക്ക് മാത്രം അറിഞ്ഞാൽ പോലെ പോരാ, കുറച്ചും കൂടി ഒരു ഡീറ്റെയിലേക്ക് പോവാം. ഓക്കെ, അതായത് ഇപ്പോ അത്രയൊന്നും പോപ്പുലർ അല്ലാത്ത, അത്രയൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു തിങ്കറിനെ കുറിച്ച് അയാളുടെ ഫസ്റ്റ് ബുക്കും ലാസ്റ്റ് ബുക്കും ഒക്കെ നമുക്ക് അറിഞ്ഞാൽ മതിയാവും. പക്ഷെ നമുക്ക് ഏറ്റവും ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഇപ്പൊ ഡർക്കീം, നമുക്ക് സോഷ്യോളജി പഠിച്ച കാലം മുതൽ ഏറ്റവും അധികം നമ്മൾ പഠിക്കുന്ന സോഷ്യോളജിയുടെ ഒരു ഫാദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ ആയിട്ടുള്ള ആളാണ് വെബർ, മാർക്സ്. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ മേജർ വർക്കുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക, അതിന്റെ ഇയർ നോക്കി വെക്കുക. ഓക്കെ, പിന്നെന്താണ്, ഓക്കെ, അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഓരോ തിങ്കേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത്, ഓരോ തിയറീസ് പഠിക്കുന്ന സമയത്ത്, ഓരോ കോൺസെപ്റ്റുകൾ കാണുന്ന സമയത്ത് അത് ഏത് ബുക്കിലാണ് അവർ പറഞ്ഞത് എന്നുള്ളത് കൂടി നോട്ട് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ മാനുവൽ കാസ്റ്റൽസിന്റെ ടൈംലെസ് ടൈം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കാര്യം അദ്ദേഹം ഏത് ബുക്കിലാണ് പറഞ്ഞത്. ഓക്കെ, അതേപോലെ മാർക്സ് കമ്മോഡിറ്റി ഫെറ്റിഷിസം എന്നുള്ളത് ഏത് ബുക്കിലാണ് പറഞ്ഞത്. ആ ഒരു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് അത് ഏത് ബുക്കിലാന്നുള്ളത് നോക്കുക. ആ രീതിയിൽ ഒരു കോൺസെപ്റ്റ് തന്നിട്ട് ഈ കോൺസെപ്റ്റ് മാർക്സിന്റെ ഏത് വർക്കിലാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ ഏത് ബുക്കിലാണ്, അവരുടെ ഏത് വർക്കിലാണ് പറഞ്ഞത് എന്നുള്ളത് നോക്കുക. ഓക്കെ,
അപ്പൊ ഇങ്ങനെ ഈ ബുക്സ് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ബുക്ക് വായിക്കാനോ നിൽക്കരുതല്ലോ. കമ്മോഡിറ്റി ഫെറ്റിഷിസം നമ്മളിങ്ങനെ പഠിക്കുകയാണ്. അപ്പൊ മാർക്സ് ഇത് ഇപ്പൊ ഏത് ബുക്കിലായിരിക്കും പറഞ്ഞു ചിന്തിക്കുക, ആ ബുക്കിൽ ആണോ എന്നുള്ളതൊന്ന് റെഫർ ചെയ്യാം, ഏത് ബുക്കിലാന്നുള്ളതൊന്ന് റെഫർ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ ആ ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനൊന്നും വായിക്കരുത്. ഓക്കെ. അടുത്തൊരു കാര്യം എന്താ വെച്ചാല്, നമ്മൾക്ക് ഈ പ്രത്യേകിച്ച് തിങ്കേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ തിങ്കേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ്സുകൾ ലിസ്റ്റ് ചെയ്യുന്നത് പഠനത്തിൽ ഒരു നോളജ് മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മാനുവൽ കാസ്റ്റിൽസ്, മിഷേൽ ഫൂക്കോ. ഇപ്പൊ ഫൂക്കോയുടെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൂക്കോ എന്ന് എഴുതുക, എന്നിട്ട് ഫൂക്കോയുടെ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. പവർ ഈസ് നോളജ്, ഡിസ്കോഴ്സ്, അനാലിസിസ്, എപ്പിസ്റ്റം, ആർക്കിയോളജി ഓഫ് നോളജ്. അപ്പൊ ഇങ്ങനെ എന്നിട്ട് നിങ്ങൾ ഓരോന്നും ഇങ്ങനെ പഠിക്കുമ്പോൾ അതിങ്ങനെ ടിക്കറ്റ് പോവാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എക്സാം എടുക്കുന്ന സമയത്ത് ഇൻ കേസ് ഇത് ഫുള്ള് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക, അതായത് നിങ്ങൾ എല്ലാ തിങ്കേഴ്സിന്റെ കംപ്ലീറ്റ് ഇതേപോലെ കീവേഡ്സ് എഴുതി വെച്ചു, പക്ഷെ നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാം പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു സംഭവം ഇന്ന ആളുടേതാണെന്നെങ്കിലും നിങ്ങൾക്ക് അറിയും അല്ലെ. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഫുൾ പഠിച്ചു, പക്ഷെ നിങ്ങൾക്ക് ഫൂക്കോയുടെ ഗവൺമെന്റാലിറ്റിയും മെഡിക്കൽ കേസും പഠിക്കാൻ സമയം കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, ബാക്കിയുള്ളതൊക്കെ പഠിച്ചു, പവർ ഈസ് നോളജ് പഠിച്ചു, ഡിസ്കോഴ്സ് അനാലിസിസ് പഠിച്ചു, എപ്പിസ്റ്റം പഠിച്ചു, ആർക്കിയോളജി ഓഫ് നോളജ് പഠിച്ചു, ജീനിയോളജി പഠിച്ചു, എല്ലാം പഠിച്ചു. പക്ഷെ പനോപ്റ്റിക്കനും പഠിക്കാൻ പറ്റിയില്ല, ഗവൺമെന്റാലിറ്റിയും പഠിക്കാൻ പറ്റില്ല, മെഡിക്കൽ കേസും പഠിക്കാൻ പറ്റില്ല, ഇത്രയും വിട്ടുപോയി. അപ്പൊ ശരിക്കും എന്താണ് പനോപ്റ്റിക്കൻ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ലായിരിക്കാം. എന്താണ് ഗവൺമെന്റാലിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ലായിരിക്കാം, കാരണം നിങ്ങൾ അത് വായിച്ചിട്ടില്ല. പക്ഷെ ഗവൺമെന്റാലിറ്റി ആരുടെ കോൺസെപ്റ്റ് ആണെന്ന് ചോദിച്ചാൽ, പാനോപ്റ്റിക്കൻ ആരുടെ കോൺസെപ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള തിങ്കേഴ്സ് ആൻഡ് കീവേഡ്സ് ലിസ്റ്റിൽ ഇത് ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഗവൺമെന്റാലിറ്റി എന്നുള്ള ഫൂക്കോന്റെ ഇതിൽ നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഓരോ യൂണിറ്റ് എന്നുള്ള മെയിൻ തിങ്കേഴ്സ്, അതേപോലെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതേപോലെ കീവേഡ്സ് ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഏത് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്, ഇതിപ്പോ തിങ്കേഴ്സ് മാത്രമല്ല കേട്ടോ, സ്കൂൾസ് ഓഫ് തോട്ട് അങ്ങനെ പല രീതിയിൽ ചെയ്യാം. അതായത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഷോർട്ട് നോട്ട് ഇങ്ങനെ ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാന്നുള്ളതല്ല, ജസ്റ്റ് കീവേഡ്സ് മാത്രം നോട്ട് ചെയ്യുക. കീവേഡ്സ് മാത്രം, ഇത് നിങ്ങളുടെ വേറൊരു നോട്ടാക്കി മാറ്റരുത്, ജസ്റ്റ് കീവേഡ്സ് മാത്രം നോട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ വേറൊരു കാര്യത്തിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. എക്സാമിന് പോകുന്ന മുമ്പ് നിങ്ങൾക്ക് ഇതിങ്ങനെ മറിച്ച് നോക്കാം, അതിൽ ഏതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് എന്നുള്ളതൊക്കെ വെറുതെ ആലോചിച്ച് നോക്കാം അല്ലെ. ഇപ്പൊ വെറുതെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഒരു കീവേഡ് ഇങ്ങനെ നോക്കുക, എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് എനിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ആ രീതിയിൽ പഠനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നോളജ് മാനേജ്മെന്റ് ടൂൾ ആയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഐ മീൻ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ എക്സാമിന് പോകുന്ന സമയത്ത് അത് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഇത് ഇന്ന ആളുടേതാണെന്ന് നോട്ട് ചെയ്യാനെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റാലിറ്റി എന്താ നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷേ ഗവൺമെന്റാലിറ്റി ഫൂക്കോന്റേതാണെന്നുള്ളത് അറിയും. അപ്പൊ ഒരു മാച്ച് ദ ഫോളോയിങ്ങിലോ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ, ഇൻ വിച്ച് തിയറിസ്റ്റ് അല്ല വിച്ച് തിങ്കർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ഗവൺമെന്റാലിറ്റി, അങ്ങനെ ചോദിക്കുമ്പോൾ ആ തിങ്കറിനെ മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ എന്താണ് ഗവൺമെന്റാലിറ്റി എന്ന് ചോദിക്കുന്നില്ല. കാരണം വിച്ച് തിങ്കർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി കോൺസെപ്റ്റ് ഓഫ് ഗവൺമെന്റാലിറ്റി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഫൂക്കോന്റെ ഹെഡിങ്ങിന്റെ കീഴിൽ നമ്മൾ ഗവൺമെന്റാലിറ്റി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. അത്രയും മതി. അപ്പൊ ഇത് എന്താ ഗവൺമെന്റാലിറ്റി നമുക്കറിയില്ല, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഫൂക്കോ പറയുന്നത്, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് അത് ഫൂക്കോന്റെ കോൺസെപ്റ്റ് എന്ന് അറിയാം. അപ്പൊ ആ അറിവ് മാത്രം വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാലോ. ഓക്കെ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, തിങ്കേഴ്സിന്റെ കീവേഡ്സ് ഉണ്ടാക്കുക. ഓക്കെ. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ഓപ്ഷൻസ് കെയർഫുൾ ആയിട്ട് വായിക്കുക. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലുള്ള PYQs ഒക്കെ നോക്കുന്ന സമയത്ത് പലപ്പോഴും അതിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ സപ്പോസ് ഇതിനകത്ത് എ എന്നുള്ള ഒരു ഓപ്ഷൻ റോങ് ആണെന്നുണ്ടെങ്കിൽ എ എന്നുള്ളത് എലും സിയിലും ഡിയിലും വരുന്നുണ്ട്. അപ്പൊ എ എന്നുള്ളത് റോങ് ആണെന്ന് അറിഞ്ഞാൽ മാത്രം മതി നമുക്കിത് ബി ആണ് ആൻസർ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള എന്താ പറയാ ഓപ്ഷൻസ് വരാറുണ്ട്. അപ്പൊ അത് ഓപ്ഷൻസ് എപ്പോഴും ശ്രദ്ധിക്കുക, ഓപ്ഷൻസ് ശ്രദ്ധിച്ചിട്ട് മാത്രം മാർക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാല്, നമ്മള് ഒരുപാട് സ്കൂൾസ് ഓഫ് തോട്ട്സ്, പല രീതിയിലുള്ള എന്താ പറയാ റിസർച്ച് സെന്ററുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതായത് പല രീതിയിലാണ്. ഇപ്പോ ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് സോഷ്യോ ക്രിട്ടിക്കൽ തിയറി,
അതുപോലെ തന്നെ ചിക്കാഗോ സ്കൂൾ, അതേപോലെ പിന്നെ അർബൻ സോഷ്യോളജി, അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ ഫെമിനിസത്തിൽ ബ്ലാക്ക് ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, പല രീതിയിലുള്ള കാറ്റഗറൈസേഷൻസ് ഓക്കെ. ആരാണത്? ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് സ്കൂൾസ് ഓഫ് തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ പേരുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇപ്പോ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൽ നിന്ന് എഴുതുക. ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൽ നിന്ന് എഴുതിയതിനു ശേഷം അതിലുള്ള തിങ്കേഴ്സിന്റെ ഒക്കെ പേര് എഴുതി വെക്കുക. ഓക്കെ. അതുപോലെ തന്നെ യൂണിറ്റ് 4 എന്ന് ഒരുപാട് വില്ലേജ് സ്റ്റഡീസ്, അർബൻ സ്റ്റഡീസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ആ സ്റ്റഡീസ്, ഇപ്പോൾ ഒരു സ്റ്റഡി, ആ സ്റ്റഡി നടന്ന സ്ഥലം, ആ സ്റ്റഡി നടത്തിയിട്ടുള്ള ആള്, അപ്പൊ ആ രീതിയിൽ യൂണിറ്റ് 4 അർബൻ സ്റ്റഡീസിന്റെ, വില്ലേജ് സ്റ്റഡീസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതേപോലെ തിങ്കേഴ്സ്, അത് ഏത് സ്കൂൾസ് ഓഫ് തോട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണോ തിങ്കേഴ്സ് വരുന്നത് അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ലെസൺ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നാമത് 3 യൂണിറ്റ്, ആദ്യത്തെ 3 യൂണിറ്റുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ഒരു സാധ്യത നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ 3 യൂണിറ്റുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പഠനത്തിന് സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ പിന്നെ ഈ റിസർച്ച് മെത്തേഡും എൻവിറോൺമെന്റ് പേപ്പർ 1 ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എത്ര പ്രിപ്പയർ ചെയ്താലും അത് അഡ്വാൻസ് ആയിട്ട് ഊഹിക്കാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് പാനിക് ആകരുത്, ഇന്റലിജന്റ് ഗസ്സിംഗ് ഉപയോഗിക്കുക. ഇന്റലിജന്റ് ഗസ്സിംഗ് ഉപയോഗിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വൈൽഡ് ഗസ് ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, അൺഅറ്റൻഡഡ് ആയിട്ട് വിടരുത്. ഓക്കെ. പിന്നെ നമ്മൾ ക്രോണോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പാനിക് ആവരുത് എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. എല്ലാം പഠിക്കാൻ ശ്രമിച്ചാൽ പോലും അത് ഓർത്തു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇയേഴ്സ് കിട്ടുന്നില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഇമ്പോർട്ടൻറ്റ് തിങ്കേഴ്സിന്റെ ഇയേഴ്സ് കൂടുതലായിട്ട് കവർ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ബുക്ക്, ലാസ്റ്റ് ബുക്ക്, മിഡിൽ ബുക്ക്, ആ ഒരു അപ്രോച്ച് എടുക്കുക. ഏറ്റവും ഫേമസ് ബുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബുക്സ് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ എന്താണ് പറഞ്ഞത്, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്കേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നെഹിൽ എന്താ ചോദിക്കുന്നത്? ആദ്യത്തെ സ്ലൈഡാണോ കാണിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ പ്രിന്റ് അവൈലബിൾ ആക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് അതിൽ വായിക്കാം. ഓക്കെ, ആ ടോപ്പിക്കിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതാണ് കേട്ടോ. ഓക്കെ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് തിങ്കേഴ്സിന്റെ പേരുകളും കീവേഡ്സും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. കീവേഡ്സ് പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, ഈ നോട്ട് ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കീവേഡ്സ്. പിന്നെ ഓപ്ഷൻസ് കെയർഫുള്ളി റീഡ് ചെയ്യുക. അതേപോലെ സ്കൂൾസ് ഓഫ് തോട്ട് അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള തിങ്കേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ യൂണിറ്റ് 4 എന്നുള്ള മേജർ സ്റ്റഡീസ്, അതിന്റെ ലൊക്കേഷൻസ്, അസോസിയേറ്റഡ് റിസർച്ചേഴ്സിന്റെ പേരുകൾ നോട്ട് ചെയ്യുക. ഓക്കെ. ഓക്കെ, പിന്നെ ഇനി പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട്, സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇനിയിപ്പോ നമുക്ക് കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറയും, അല്ലെ? അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഫെയിലിയർ സംഭവിക്കാം എന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാരണങ്ങൾ നമുക്ക് ഒഴിവാക്കാനും നമുക്ക് ആ കാരണങ്ങൾ ഇല്ലാതെ സക്സസിലേക്ക് പോകാനും സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു ഘട്ടത്തിൽ സക്സസിനെ കുറിച്ച് പറയാതെ ഫെയിലിയറിനെ കുറിച്ച് പറയുന്നത് എന്തിനാ വെച്ചാല് ആ ഫെയിലിയറിന്റെ കാരണങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും
ആ കാരണങ്ങൾ നമ്മുടെ പഠനത്തിൽ ഇല്ലാതിരിക്കാനും അതിലൂടെ നമുക്ക് സക്സസിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം സിലബസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കുന്നത് സിലബസ് അനുസരിച്ചിട്ടാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. സിലബസിലുള്ള മാക്സിമം ടോപ്പിക് നമ്മൾ കവർ ചെയ്യണം. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സിലബസിൽ എത്രത്തോളം ടോപ്പിക്കുകൾ ഉണ്ടോ അതിലൊക്കെ കവർ ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്ട് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, ഇതുവരെ നിങ്ങൾ പഠിച്ചത് അത്ര സഫീഷ്യന്റ് അല്ലെങ്കിൽ, നിങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബ്ലൂ പ്രിന്റിലൊക്കെ പറഞ്ഞ പോലെയുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളിൽ ഫോക്കസ് ചെയ്യുക. അതൊരു പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ നമ്മൾ ടോപ്പിക്കുകൾ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഉള്ളത്, ഇൻകൺസിസ്റ്റൻസി എന്നുള്ളത് നിങ്ങളുടെ ഫെയിലിയറിലേക്ക് ഒരു കാരണമാവാം. കാരണം ഇനി ആകെ കുറച്ച് ദിവസമുള്ളൂ, ശരിക്കും ഒരു മാസം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താവും, ജയിക്കോ അതോ തോൽക്കോ, അല്ലെ, പൊട്ടൂലേ? അപ്പൊ ശരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യണം, നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം ആകെ കുറച്ച് ടൈമേ ഉള്ളൂ. ആ സമയത്ത് ഇനി കൺസിസ്റ്റൻസി ഇല്ലാതെ പഠിക്കുക എന്നുള്ളത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, പിന്നെ ഒരു കാര്യമാണ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി എന്നുള്ളത്. കുറച്ച് ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ടെൻഷൻ ഓവറായിട്ട് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് വരാൻ പാടില്ല. തീരെ ടെൻഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്, അല്ലെ? ഇപ്പൊ ഒരാൾ ഇത്രയും നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ഉള്ള, അത്രയും കോമ്പറ്റീഷൻ ഉള്ള നാഷണൽ ലെവൽ എക്സാമിന് വേണ്ടി പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, അതും ഒരു പ്രോബ്ലമാണ്. പക്ഷെ കൂടുതൽ ടെൻഷൻ ഇല്ലാതിരിക്കുക, ഒരു പാകത്തെ ടെൻഷൻ മാത്രം മതി. ഞാൻ ഉദ്ദേശം എന്താ വെച്ചാല്, നമ്മൾ കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ പഠിക്കും. നേരെ മറിച്ച് ഒരു ടെൻഷൻ ഇല്ലാതെ കെയർലെസ് ആയിട്ട് നടക്കരുത് എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആൻസൈറ്റി, സ്ട്രെസ്, ആ ഒരു കാര്യം വർക്ക്ഔട്ട് ചെയ്യുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് പഠിക്കുക. പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള വലിയ വലിയ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ടാർഗറ്റ് ഒന്നും മീറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടും. അങ്ങനെ നിങ്ങൾ സ്വയം സങ്കടപ്പെടുന്നേക്കാളും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇപ്പൊ കുട്ടികളുള്ളവർക്ക് കുട്ടികളൊക്കെ നോക്കിയിട്ട് കുറച്ച് ടൈം ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ടൈം ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ വീട്ടിൽ ചിലപ്പോൾ വീട്ടിലെ പണികളും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ പഠിക്കാൻ പ്രയാസമുള്ളവരുണ്ടാവും. അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് എത്ര സമയമാണോ കിട്ടുക അതിനനുസരിച്ചിട്ട് പഠിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾക്ക് 10 മണിക്കൂറായിരിക്കും കിട്ടുന്നത്, അപ്പൊ അയാൾ 10 മണിക്കൂർ പഠിച്ചോട്ടെ. അപ്പൊ നിങ്ങൾക്ക് വെറും 4 മണിക്കൂർ കിട്ടുന്നുള്ളെങ്കിൽ ആ 4 മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് ബാക്കിയുള്ളവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതെ നമ്മളെ സ്വയം കമ്പയർ ചെയ്യുക. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലാതെ നമ്മൾ വെറുതെ ആങ്സൈറ്റിയും സ്ട്രെസ്സും കൂട്ടിയിട്ട് പഠനം കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. ഓക്കെ, അതും ഈ അവസാന സമയത്ത് നമ്മൾ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ, ഓവർ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ പഠിച്ചതും കൂടി മറക്കുന്ന ഒരു സാഹചര്യവും, അതുപോലെ തന്നെ നമ്മൾ കുറെ എഫേർട്ട് ഉണ്ടെങ്കിലും അതിനൊന്നും ഒരു ഫലമില്ലാത്ത സാഹചര്യമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പൊ ഉള്ള സമയത്തിന് ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ പേപ്പർ 1 എത്ര സമയം കൊടുക്കണം, പേപ്പർ 2 എത്ര സമയം കൊടുക്കണം, അതുപോലെ തന്നെ ഈ യൂണിറ്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഏത് യൂണിറ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതുപോലെ നിങ്ങൾ ഓൾറെഡി എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ഇനി എത്ര പഠിക്കാൻ ബാക്കിയുണ്ട്, ആ പഠിക്കുന്ന ഓരോന്നിനും എത്ര ടൈം കൊടുക്കണം, ഇങ്ങനെ നമുക്കൊരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ദിവസമാണെങ്കിൽ നിങ്ങൾ എപ്പോൾ എണീക്കണം, എപ്പോൾ ഉറങ്ങണം, അങ്ങനത്തെ കാര്യങ്ങൾക്കും ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ ആണെങ്കിലും നമ്മുടെ പഠനത്തിന്റെ ഒരു ഒരു റൊട്ടീൻ ആണെങ്കിലും ഒക്കെ ടൈമിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവുകയും ഒരു പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം PYQs ആണ്. PYQs മാക്സിമം നോക്കുക. PYQs മാക്സിമം നമുക്കൊരു ക്ലാരിറ്റി വരുത്തുക. ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം, അതുപോലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്നിട്ടുണ്ട്, അതിലൊക്കെ നമുക്കൊരു വ്യക്തത കിട്ടുന്നത് PYQs ചെയ്യുന്ന സമയത്താണല്ലോ. പിന്നെ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, PYQs ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ടൂ മച്ച് ഓബ്സസ്ഡ് ആവരുത്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ വെറും PYQ മാത്രം ചെയ്തുകൊണ്ടിരിക്കും. PYQ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുള്ളൂ, കോൺസെപ്റ്റുകളൊക്കെ ചെറുതായിട്ട് റിപ്പീറ്റ് ചെയ്ത്, പക്ഷെ എന്നാലും നമ്മൾ എന്താ പറയാ കുറെ PYQ ചെയ്ത് അതേപോലെ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. ഓക്കെ, നിങ്ങൾ PYQs അത്യാവശ്യം നോക്കണം, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നോക്കണം, പാറ്റേൺസ് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻസ് വരുന്നതിന്റെ ഒരു ഇപ്പൊ ക്രോണോളജി റീസെന്റ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്, അതേപോലെ ഈ അസേഷൻ റീസൺ ഇപ്പൊ കാണുന്നില്ല. അങ്ങനെയുള്ള ചേഞ്ചസിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളൂ.
അല്ലാതെ നിങ്ങൾ അതന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ, PYQ ചെയ്ത് അത്യാവശ്യം ഒരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം PYQ ഒക്കെ ഓൾറെഡി ചോദിച്ചതാണ്. അപ്പൊ അതിന്ന് നമുക്ക് ഒരു ഗൈഡൻസ് കിട്ടുക, ഒരു ക്ലാരിറ്റി കിട്ടുക, എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഉള്ളൂ. ബാക്കി പിന്നെ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുക മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം മോഡൽ ക്വസ്റ്റ്യൻസ് എന്താ പറയാ, പല രീതിയിലുള്ള ആംഗിളിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ഒരു എന്താ പറയാ, PYQ ബേസ് ചെയ്തിട്ടായിരിക്കും, പക്ഷെ പല രീതിയിലുള്ള ആംഗിളിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ കവർ ചെയ്ത രീതിയിലായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്യാം. ഓക്കെ, ഐഫറിൻ്റെതാണെങ്കിലും വേറെയുള്ള സ്ഥാപനങ്ങളതാണെങ്കിലും ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുള്ളത്, റിസോഴ്സസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുക, ഓവർസ്ഡ് ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആയിരിക്കുക, PYQs നോക്കണം. പക്ഷെ PYQs ഓവർ ഒബ്സസ്ഡ് ആവാതെ മോഡൽ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ റിസോഴ്സസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാസം നന്നായിട്ട് വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവണം, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. പിന്നെ നമ്മൾ ഈ ഒരു മന്തിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ പിന്നെ എക്സാം ഹോൾ മാനേജ്മെന്റ് ആണ് ഏറ്റവും അധികം മാറ്റർ ആവുക. കാരണം ഇതൊക്കെ പ്രിപ്പറേഷന്റെ ഒരു ആസ്പെക്ടുകളാണ്. പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ എക്സാം ഹോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്തിന്, ആ ഒരു 3 മണിക്കൂറിന് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവരുത്. അതുപോലെ തന്നെ പിന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്റലിജന്റ് ഗസ്സിങ്ങിലൂടെ ആൻസറിലേക്ക് എത്താൻ പറ്റണം. ടൈം മാനേജ് ചെയ്യണം. കാരണം നമുക്ക് 3 മണിക്കൂർ ഉണ്ട്, 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിന് ഒരു 3 മണിക്കൂറിന്റെ ഒരു ടൈം മാനേജ്മെന്റ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓരോ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യുക. ഒരു 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു സെറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ അതിനൊരു ടൈം ഫിക്സ് ചെയ്തിട്ട്, ഇപ്പൊ 2 hour ആണ് ടൈമെങ്കിൽ 2 hour സെറ്റ് ചെയ്തിട്ട് ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ 2 hourൽ ആ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആ രീതിയിൽ എക്സാം ഹാളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റും അതുപോലെ തന്നെ ഒരു മെന്റൽ പ്രിപ്പറേഷൻ കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ PYQ റിലേറ്റഡ് ആയിട്ടൊക്കെ പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ JRF ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടി ഇന്റൻസ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സുകളുടെ ഭാഗമാകാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലൂ പ്രിന്റ് നമ്മൾ അധികം വൈകാതെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും.